കേരള കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഷിബു തെക്കുംപുറം എംഎൽഎക്ക് സ്വീകരണം നൽകി. മുൻ കേന്ദ്രമന്ത്രി പി.സി. തോമസ് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നേതാക്കളടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. കേരള കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷിബു തെക്കുംപുറം എംഎൽഎക്ക് ഊഷ്മളമായ വരവേൽപ്പ് നൽകി. സ്വീകരണ സമ്മേളനം മുൻ കേന്ദ്രമന്ത്രി പി.സി. തോമസ് ഉദ്ഘാടനം ചെയ്തു. എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഈ രീതിയിൽ ഇവിടെ നമ്മൾ നടത്തുന്ന ഈ പരിപാടി വെറും ഒരു സ്വീകരണം എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് കോതമംഗലത്തിന്റെ ശക്തനായ പ്രതിനിധിയായി നമ്മുടെ പ്രിയങ്കരനായ ഷിബു തെക്കുംപുറത്തിന് മുന്നോട്ട് നീങ്ങുവാൻ കഴിയട്ടെ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള ഒരു നെടുംതൂൺ തന്നെയാണ് ഈ കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയിൽ ഇതുപോലെ ഉള്ള ഈ യോഗവും എന്നുള്ളതിന് സംശയമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, കോതമംഗലം നിയോജകമണ്ഡലം പാർട്ടിയുടെ മറ്റു പല മേഖലകളെക്കാൾ ശക്തമാണ്. ഇവിടെയുള്ള പ്രവർത്തകർ അതിനുള്ള ശേഷി കാണിച്ചിട്ടുണ്ട്. പല രീതിയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളവരാണ്. ഒരുപാട് വികസന കാര്യങ്ങൾക്ക് വേണ്ടിയും ശ്രമിച്ചിട്ടുള്ളതാണ്. നമ്മുടെ എല്ലാവരുടെയും നേതാവായ പ്രിയങ്കരനായ ശ്രീ ടി കുരുളച്ചേട്ടനെ പ്രത്യേകിച്ച് ഈ അവസരത്തിൽ നമ്മളെല്ലാവരും സ്മരിക്കുകയാണ്. അദ്ദേഹം കോതമംഗലത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ഈ കേരളത്തിൻ്റെ കാര്യത്തിൽ പൊതുവായി കൃഷിക്കാരുടെയും സാധാരണക്കാരുടെയും ഇവിടുത്തെ പാവപ്പെട്ടവരുടെയും എല്ലാവരുടെയും കാര്യത്തിൽ വളരെ കാര്യക്ഷമമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ അദ്ദേഹം നടപടികൾ സ്വീകരിച്ചു പോന്നിരുന്നു എന്ന് നമുക്കറിയാം. വികസന കാര്യത്തിൽ കോതമംഗലം നിയോജക മണ്ഡലം സംസ്ഥാനത്ത് ഒന്നാമതെത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. നിയോജക മണ്ഡലം പ്രസിഡന്റ് എ.ടി. പൗലോസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് ചെയർമാൻ അഹമ്മദ് തോട്ടത്തിൽ, സംസ്ഥാന സെക്രട്ടറിമാരായ ജോമി തെക്കേക്കര, റോയിസ് കറിയ, സി.കെ. സത്യൻ, ബാബു പോൾ, റാണിക്കുട്ടി ജോർജ്, ടോമി ജോസഫ്, ജോർജ് അമ്പാട്ട്, ആന്റണി ഒലിയപ്പുറം, ബിജു വെട്ടിക്കുഴ, ജോജീസ് കറിയ, എൻ.സി. ചെറിയാൻ, കെ.കെ. കോയാൻ, കെ.എം. എൽദോസ്, കെ.എം. ആന്റണി, സൗമ്യ ശശി, സജി തെക്കേക്കര, ജെയിംസ് കോറമ്പേൽ, എൽദോസ് വർഗീസ്, ജോസ് കവളമ്മക്കാൽ, ബിനോയ് ജോസഫ്, മാമച്ചൻ സ്കറിയ, തോമസ് തെക്കേക്കര, ലിസി പോൾ, ജോം വെട്ടിക്കുഴ, ജോസ് കൈതക്കൽ, ജോസി പോൾ, ജോസ് കാക്കനാട്ട്, ജോബി കാരഞ്ചേരി, ഡി കോര, എ.എൻ. സുരേന്ദ്രൻ, സി.വി. കുര്യൻ, സീന ബേബി, ടീന മാത്യു, രാജി ജോബി, റെജി പുല്ലുവഴിച്ചാലിൽ തുടങ്ങിയവർ പങ്കെടുത്തു. വേദികളായ എല്ലാവരുടെയും പേര് സ്വാഗതപ്രാസംഗം പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. നല്ലൊരു സംഖ്യ വേദിയിലുണ്ട്. എങ്കിലും നമ്മുടെ ഉദ്ഘാടകൻ പ്രിയപ്പെട്ട പി.സി. തോമസ് ആണ്. അദ്ദേഹം നമ്മുടെ പാർട്ടിയുടെ ഈ സംസ്ഥാനത്ത് എവിടെ യോഗം വിളിച്ചാലും അവിടെ കൃത്യസമയത്ത് ഓടിയെത്തും. ഇവിടെ 3 മണിക്ക് വരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം 3 മണിക്ക് തന്നെ വന്നു. നമ്മളെ പ്രിയപ്പെട്ട ഈ പ്രവർത്തകരെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് അദ്ദേഹം പുറത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു. നിങ്ങളെല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ വിളിച്ചു അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നു. പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനും പാർട്ടിയെ ഉന്മേഷമാക്കി കൊണ്ടുപോകുന്നതിനും അദ്ദേഹത്തിൻ്റെ ആ കർമ്മമായ പ്രവർത്തനങ്ങൾ നമ്മുടെ പാർട്ടിക്ക് വളരെ നേട്ടമാണ്. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം ഓർക്കുന്നു. അദ്ദേഹത്തോടൊപ്പം നമ്മുടെ ജില്ലാ കമ്മിറ്റിയുടെ ഡേവിസ് ഉൾപ്പെടെ നമ്മുടെ അഹമ്മദ് തോട്ടത്തിൽ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നിയോജകമണ്ഡലത്തിൻ്റെ ഭാരവാഹികളാണ്. നിയോജകമണ്ഡലത്തിൻ്റെ ഭാരവാഹികളെല്ലാം ഇവിടെ വിരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ആവർത്തിക്കുന്നില്ല. പിന്നെ നമ്മുടെ ആണി വിഭാഗത്തിൽ നിന്ന് വന്ന നമ്മുടെ ടോമി ജോസഫ്, എൻ.സി. ചെറിയാൻ, ഇവരെല്ലാം പ്രത്യേകം ഓർക്കുന്നു. കഴിഞ്ഞ 10 വർഷം കോതമംഗലത്ത് സംഭവിച്ച വികസന മുരടിപ്പ്, വന്യമൃഗശല്യം എന്നിവയ്ക്ക് പരിഹാരം കാണുമെന്ന് സ്വീകരണത്തിന് മറുപടിയായി ഷിബു തെക്കുംപുറം അറിയിച്ചു. പാർട്ടിയെ എല്ലാ തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയ നേതൃത്വം ഏറ്റെടുത്തപ്പോൾ നമുക്ക് 8 സീറ്റിലാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി സാധിച്ചത്. ആ 8 സീറ്റിൽ എല്ലാ തരത്തിലും വലിയ മുന്നേറ്റം പാർട്ടിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. 7 സീറ്റിൽ നമ്മൾ വിജയിക്കുമ്പോൾ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഏറ്റവും മികച്ച 3ാമത്തെ കക്ഷിയായി നമുക്ക് മാറാൻ കഴിഞ്ഞുവെന്ന് അഭിമാനത്തോടു കൂടി പറയട്ടെ. എല്ലാ തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു നിയോജകമണ്ഡലം, ആ നിയോജകമണ്ഡലം എല്ലാ തരത്തിലും തിരിച്ചു പിടിക്കേണ്ടത് നമ്മുടെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ പോരാട്ടം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി വലിയ ആവേശത്തോടു കൂടി
കേരള കോൺഗ്രസിന്റെ എല്ലാ മണ്ഡലം കമ്മിറ്റികളും വാർഡ് കമ്മിറ്റികളും ഒക്കെ മുന്നോട്ട് വന്നപ്പോൾ ചരിത്ര ഭൂരിപക്ഷത്തിന് നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്ന് സന്തോഷത്തോടു കൂടി പറയട്ടെ. മൂന്നാർ രാജപാത, ഇന്റർനാഷണൽ സ്റ്റേഡിയം, തങ്കളം, കാക്കനാട്, നാലുവരിപ്പാത, കോഴിപ്പള്ളി ബൈപ്പാസ് തുടങ്ങിയവ പൂർത്തിയാക്കാൻ ശ്രമം ആരംഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. മീഡിയ 60 കോതമംഗലം.